ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ചക്കപ്പാടയാണ്. ചക്കപ്പാട റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് ഈ ചക്കപ്പാടയുടെ ഇവിടെ തടുപ്പ് ഉള്ള ഭാഗം കണ്ടിച്ച് കളയണം. കണ്ടിച്ച് കളഞ്ഞിട്ട് നമ്മളിതിന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിന് തയ്യാറാക്കാം. ചക്കപ്പാടയിലേക്ക് ആവശ്യത്തിന് കുരുമുളക് കൂടി, ചതച്ച കുരുമുളകാണ്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പെരിഞ്ജീരകമാണ് ഇടുന്നത്. പെരിഞ്ജീരകം, പിന്നെ കോൺഫ്ലവറാണ്. കോൺഫ്ലവർ കൊച്ചു സ്പൂണിന് 1 സ്പൂൺ ഇടുകയാണ്. കാരണം ചക്കപ്പാട കുറവാണ്, അതുകൊണ്ട് 1 സ്പൂണ്. 1/2 സ്പൂണ് മുളക് പൊടി. ഇനി നമ്മളിത് ഇളക്കി വെക്കാൻ പോവുക. 2 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം. വെച്ച് കഴിയുമ്പോഴത്തേന് ശരിയാവും. എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചക്കപ്പാട പുരട്ടി വെച്ചത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വറുത്ത് കോരാനാണ്, അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം. 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്. ഇതിലേക്ക് ഇനി ചക്കപ്പാട ഇട്ട് കൊടുക്കുകയാണ് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി. ശരിയായിട്ടുണ്ട്. ഇനി 5-6 കരിയാപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കോരിയെടുക്കാം. വളരെ രുചികരമായ മുരുമുരായിരിക്കുന്ന ചക്കപ്പാട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്. ഇനി കാണും വരെയും ബായ്.